ഖുർആൻ അത് പഠിച്ചവരുടെ അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ചവരുടെ ഹൃദയത്തിൻ്റെ റബിയാണ്, ഹൃദയത്തിൻ്റെ വസന്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസം നീങ്ങാൻ, ദുഃഖം നീങ്ങാൻ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയിൽ ചൊല്ലാൻ, ഹിഫ്ളാക്കാൻ, കേട്ടവരൊക്കെ മനഃപ്പാടമാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫീ ഹുക്മുക അദ്ലുൻ ഫീ ഖദാഉക أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي എന്ന ദുആ. നോക്കൂ, ആ ദുആയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? അല്ലാഹുവേ, ഖുർആനിനെ നീ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ, റബീആക്കണമേ. സുബ്ഹാനല്ലാഹ്, ഖുർആൻ ഹൃദയത്തിൻ്റെ റബീആയാൽ ഒരാൾക്ക് മറ്റൊന്നും പിന്നീട് വേണ്ടതില്ല. ആ ഖുർആനിൻ്റെ അർത്ഥം, അതിൻ്റെ തഫ്സീർ നീ മനസ്സിലാക്കിയാൽ, അതിൻ്റെ ദലാലാത്ത്, അതിൻ്റെ മഹത്തരമായ പാഠങ്ങൾ നീ പഠിച്ചാൽ, അതിൻ്റെ ഉപമകളിൽ നീ ഉറ്റാലോചിച്ചാൽ, അതിൻ്റെ കഥകളിൽ, ആ ഖുർആനിലൂടെ അള്ളാഹു വിവരിച്ചു തരുന്ന ചരിത്രങ്ങളിൽ അവിടെ നീ നിന്ന് ആലോചിച്ചാൽ, സുബ്ഹാനല്ലാഹ്, ഹൃദയത്തിന് ലഭിക്കുന്ന സന്തോഷവും സമാധാനവും അതിലുപരി സന്മാർഗവും വിവരണങ്ങൾക്കപ്പുറത്താണ്. ഇങ്ങനെയാണ് ഒരു തോട്ടത്തിലൂടെ, മനോഹരമായ ഒരു തോട്ടത്തിലൂടെ, ഒരു വസന്തകാലത്ത് മഴ പെയ്ത ശേഷം പഴങ്ങളും സസ്യങ്ങളുമെല്ലാം മുളച്ചു പൊങ്ങിയ പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ കാലഘട്ടമാണ് റബീഅ. അതാണ് റബീഅ എന്ന് പറഞ്ഞ വസന്തം. അതാണ് അതിൽ മേയാൻ വിട്ട ഒരു മൃഗത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? തനിക്ക് വേണ്ടതെല്ലാം കഴിച്ച് മനോഹരമായി അതിലൂടെ നീങ്ങിപ്പോകുന്ന ഒരു മൃഗത്തിന് അതിലപ്പുറത്ത് എന്താണ് വേണ്ടത്? പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിൻ്റെ റബീഅയായി തീർന്നാൽ അവിടെയാണ് എല്ലാ സന്തോഷവും ഉള്ളത്, എല്ലാ അറിവും അതിലാണുള്ളത്. ഈ കണ്ട വിജ്ഞാനങ്ങൾ, ഈ കോടാനുകോടി ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം യഥാർത്ഥത്തിൽ തിരിച്ചു ചെല്ലുന്നത്, ഇതിൻ്റെ എല്ലാം ഉത്ഭവം ഏതാണ്? അള്ളാഹുവിൻ്റെ കലാമാണ്, ഖുർആനാണ്. അതിൽ പറയപ്പെടാത്ത ഒരു വിജ്ഞാനവുമില്ല. നേർക്ക് നേരെയോ അല്ലെങ്കിൽ സൂചനയിലൂടെയോ, വിശദമായോ അല്ലെങ്കിൽ സംക്ഷിപ്തമായോ, മനുഷ്യൻ്റെ ഇഹപരലോ ജീവിതത്തിൻ്റെ സൗഭാഗ്യം നിർണ്ണയിക്കുന്ന അറിവുകളെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഉപകാരമില്ലാത്ത വിജ്ഞാനത്തെക്കുറിച്ചല്ല, മറിച്ച് മനുഷ്യന് ഇഹലോകത്തും പരലോകത്തും അവന് യഥാർത്ഥ ഉപകാരം നൽകുന്ന ഏതേത് വിജ്ഞാനമുണ്ടോ അതിലേക്കുള്ള നേർക്കുനേരെയുള്ള സൂചനകൾ, വിശദമായ പാഠങ്ങൾ അല്ലെങ്കിൽ ചുരുങ്ങിയുള്ള വർണ്ണനകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്.